വാളയാർ കേസുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ. വാളയാർ കേസ് നമുക്കറിയാമല്ലോ. ആ കേസിൽ ആ പെൺകുട്ടികളുടെ അമ്മയെ മുൻനിർത്തി ഈ നാട്ടിൽ എന്തൊക്കെ ഇടപാടുകളാണ് നടന്നതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ വാർത്ത കാണുന്ന എല്ലാവർക്കും അറിയാം. സംസ്ഥാന സർക്കാരിനെതിരെ ആ കേസ് തിരിച്ചുവിടാൻ CPIM-നെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ മാധ്യമങ്ങൾ, പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്, ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമി, ഈ നാട്ടിലുള്ള സകലമാന ടീമുകളും ഇവിടെ എന്തൊക്കെ ചെയ്തെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ അമ്മയെ മുൻനിർത്തി ചുടുചോറ് വാരിക്കുകയായിരുന്നു ഇവർ ചെയ്തത്. അതിന് ഈ പറയുന്ന ഇവിടുത്തെ സാംസ്കാരിക നായകരെന്നും ഈ നാട്ടിലെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ CR നീലകണ്ഠൻ, ഒപ്പം തന്നെ ഈ കാരശ്ശേരിയെ പോലുള്ളവരൊക്കെ അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഒടുവിൽ ഇന്നലെ സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ ആ കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ. നോക്കൂ, ആ കേസ് പോകുന്ന വഴി നോക്കൂ. ഇതന്നും പലരും വിളിച്ചു പറഞ്ഞതാണ്. പക്ഷേ ആ വിളിച്ചു പറഞ്ഞവരെയൊക്കെ അവരുടെ മനോനില മോശമാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയായിരുന്നു ഈ നാട്ടിലെ മാധ്യമങ്ങൾ. ഉറപ്പിച്ചു പറയണം, മാധ്യമങ്ങൾ അത്രമാത്രം മോശം പെരുമാറ്റമായിരുന്നു ഈ കേസിലല്ല പല കേസുകളിലും ഈ നാട്ടിലെ മാധ്യമങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കളൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇവരൊക്കെ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ഒരു വസ്തുതയും ഇല്ലാതെയാണെന്ന് വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ കുട്ടികളുടെ അമ്മ പറയുന്നത് എന്താണ്? കേരള പോലീസാണ് നല്ല നിലയിൽ അന്വേഷണം നടത്തിയതെന്ന് ഇപ്പോൾ തോന്നുന്നുവെന്നാണ് ആ പെൺകുട്ടികളുടെ അമ്മ പറയുന്നത്. ഇതേ അമ്മ തന്നെയാണ് ഈ പറയുന്ന മനുഷ്യരുടെയൊക്കെ വാക്ക് കേട്ട് പോയിട്ട് CBI-നെ വിളിച്ചുകൊണ്ട് വന്നത്. CBI വിളിച്ചുകൊണ്ട് വന്നപ്പോഴെന്തായി? അവർ ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു മാധ്യമപ്രവർത്തക, പലരും ആഘോഷിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തക ഫേസ്ബുക്കിൽ കുറിക്കുന്നത് കണ്ടു. അന്ന് അവർ അതിനെക്കുറിച്ച് ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ വേണ്ടി പാലക്കാട് പോയിരുന്നു. അന്ന് വിശദമായി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികളുടെ അമ്മയും ഭർത്താവും പറയുന്ന കാര്യങ്ങളിലൊക്കെ വലിയ പൊരുത്തക്കേടുണ്ട് എന്ന് അന്ന് മനസ്സിലായതാണ്. പക്ഷേ പൊതുബോധത്തെ മുൻനിർത്തി അവർക്ക് ആ സത്യാവസ്ഥ അന്ന് പുറത്തു പറയാൻ കഴിഞ്ഞില്ല. പകരം പോളിഷ്ഡായ ഒരു ഡോക്യുമെൻ്ററി ഞങ്ങളങ്ങ് തയ്യാറാക്കിയെന്ന് അവരിന്ന് പറയുകയാണ്. നോക്കൂ, പൊതുബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നാട്ടിലെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉണ്ടാക്കിയെടുക്കുന്നതാണോ പൊതുബോധം? സത്യത്തിന് ഒരു വിലയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ മാധ്യമങ്ങളുടെ, ഇവിടെ CPM-നെയോ സർക്കാരിനെയോ ഒക്കെ വിമർശിക്കണം, ഒരു പ്രശ്നവും വേണ്ട, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. പക്ഷേ വൈര്യനിരാധന ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ശൈലി. കഴിഞ്ഞ ഒരു 8 കൊല്ലമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്കവിടെ സത്യമോ നിലപാടോ ഒന്നൊരു വിഷയമേ അല്ല. CPM-നെ താറടിക്കുക, സർക്കാരിനെ താറടിക്കുക, അതിനുവേണ്ടി എന്തും ചെയ്യുക. അത് ഓരോന്നായി പൊളിഞ്ഞു വീഴുന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഈ കേസിലും നമ്മളത് കാണുകയാണ്. ഏതായാലും മാധ്യമങ്ങളും പ്രതിപക്ഷവും തീർത്ത വലിയ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. പെൺകുട്ടികളുടെ മരണത്തെ മാതാപിതാക്കളെ ഉപയോഗിച്ച് സർക്കാരിനെ കടന്നാക്രമിക്കാനായിരുന്നു ഇടതുപക്ഷ വിരുദ്ധരുടെ നീക്കം. പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തെ അട്ടിമറിക്കാൻ കോൺഗ്രസും BJP-യും CPI-യെ കൂട്ടിപ്പിടിച്ചിരുന്നു. വിവരങ്ങളുമായി സച്ചിൻ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്രതയുമായി. സച്ചിൻ, ഈ വാർത്ത തീർച്ചയായും വലിയൊരു, സച്ചിൻ ഒരു നിമിഷം, ഒരു കാലത്ത് ആഘോഷിക്കപ്പെട്ടതാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഒരു മരണത്തെയോ ഒരു പീഡനത്തെയോ ആഘോഷിക്കുന്ന ഒരു മാധ്യമ സംസ്കാരമാണ് നമ്മുടെ മുൻപിലുള്ളത്. ആ രീതിയിൽ ഇത് സർക്കാരിനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ വലിയ ആഘോഷമാക്കി കൊണ്ടു നടന്നതാണ്. ഇപ്പോഴിതാ അത് വലിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ്. എന്താണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്? മാധ്യമങ്ങളുടെ സത്യസന്ധത മുഖം മൂടി, പ്രതിപക്ഷത്തിൻ്റെ ഈ വസ്തുതയില്ലായ്മ, ഉണ്ടയില്ല വെടികൾ എല്ലാം പൊളിഞ്ഞു വീഴുകയാണ്. മനു, തീർച്ചയായും. കാരണം വലിയൊരു രാഷ്ട്രീയ കോളിളക്കം, ഇടതുപക്ഷത്തിനെതിരെ വലിയൊരു രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കാനായിരുന്നു വാളയാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കോൺഗ്രസും അതേപോലെ തന്നെ BJP-യും ജമാഅത്തെ ഇസ്ലാമി, SDPI, മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളും മറ്റു മാധ്യമങ്ങളും സ്വീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരിനെതിരെയും സംസ്ഥാന പോലീസിനെതിരെയും ഈ വാളയാർ പീഡനക്കേസിൽ ഇരയായ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നാടകം കളിച്ചത്. അതിന് തിരശ്ശീല വീണിരിക്കുകയാണ് ഇന്നലെ CBI കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, 2017 വാളയാറിൽ 13ഉം 9ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ മരണപ്പെടുന്നത്. ആ അന്വേഷണം കേരള പോലീസ് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികൾ
പീഡിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തിയത്. തുടർന്ന് ആ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ കാരണങ്ങളും മറ്റ് വശങ്ങളൊക്കെ അന്വേഷിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ 5 പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും അടക്കം ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ അന്വേഷണത്തിൽ ചില അപാകതകൾ സംഭവിച്ചു എന്ന് ഈ മാതാപിതാക്കളും അതേപോലെ തന്നെ ആ വാളയാർ ഉള്ള ആളുകളൊക്കെ വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ രീതിയിൽ നടപടിയെടുത്തുകൊണ്ടായിരുന്നു കേരള പോലീസിൻ്റെയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രതികൾക്കുള്ള കൃത്യമായ ശിക്ഷ അടക്കം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരും കേരള പോലീസും കടക്കുമ്പോഴായിരുന്നു CBIയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിനെയും അതേപോലെ തന്നെ സംസ്ഥാന പോലീസിനെയും താറടിച്ചു കാണിക്കാൻ വേണ്ടി പ്രതിപക്ഷവും BJPയും മറ്റ് രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ സംഘടനകളൊക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനാണ് ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുന്നത്. കാരണം ഇവരൊക്കെ ഉന്നയിച്ച പ്രകാരം സംസ്ഥാന സർക്കാർ 2021 അന്വേഷണം CBIക്ക് കൈമാറുകയും CBI ഈ മാതാപിതാക്കളെ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ ഈ മാതാപിതാക്കളിൽ നിന്നും ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം സംസ്ഥാന പോലീസിനും വ്യക്തമായിരുന്നു. അതിനാൽ തന്നെ മാതാപിതാക്കളെ പോലീസ് സാക്ഷികളായാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ആ സാക്ഷികളെയാണ് ഇപ്പോൾ CBI അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. മറ്റു പ്രതികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. മാതാപിതാക്കളെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ തിരിച്ചടി ഈ പ്രതിപക്ഷത്തിനും അതേപോലെ തന്നെ BJPക്കും അടക്കം ഉണ്ടായിരിക്കുകയാണ്. മനു പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ അല്ലെങ്കിൽ സമൂഹ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു നീക്കമാണ് തുടക്കം മുതൽ നടത്തിയിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് വാളയാർ കേസിലെ ഇരകളായ പെൺകുട്ടികളുടെ അമ്മയെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു നിലപാട് വരെ അന്ന് സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ് ഇപ്പോൾ വാളയാർ കേസിൽ ഈ കപട രാഷ്ട്രീയ പ്രവർത്തകർക്കും അതേപോലെ തന്നെ പ്രതിപക്ഷത്തിനടക്കം ഉണ്ടായിരിക്കുന്നത്. മനു, ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതായി എത്രമാത്രം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞവരാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് മിണ്ടാട്ടമില്ല, ഒപ്പം തന്നെ BJPക്കാർക്ക് മിണ്ടാട്ടമില്ല. ഈ സമരത്തിന് മുൻനിരയിലുണ്ടായിരുന്ന ഒരൊറ്റൊരാളെയും ഇപ്പോൾ കാണാനില്ല. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയണം.